ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ക്യാമ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവയിലെ പറ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് നടത്തുന്നത്. ആദ്യത്തെ ട്രെയിനിങ് സെഷനൊക്കെ പൂർത്തിയായിട്ടുണ്ട്. 19 താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ഉള്ളത്. അതിൽ 4 വിദേശ താരങ്ങൾ ഉണ്ട്. 8 താരങ്ങൾ ഇന്ത്യയുടെ ദേശീയ ടീമിൻ്റെ ക്യാമ്പിലാണ് ഉള്ളത്. ഏതായാലും ആദ്യത്തെ ട്രെയിനിങ് പൂർത്തിയായപ്പോൾ ഡേവിഡ് കാറ്റ്ല തൻ്റെ ഇംപ്രഷൻ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് താൻ വളരെയധികം ഇംപ്രസ്ഡ് ആണ് എന്നാണ് കാറ്റ്ല പറഞ്ഞിട്ടുള്ളത്. എല്ലാ താരങ്ങളും വളരെയധികം മോട്ടിവേറ്റഡ് ആണ്, ഗ്രൂപ്പിനകത്ത് നല്ല എനർജി ഉണ്ട് എന്നൊക്കെ ഈ സ്പാനിഷ് പരിശീലകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വളരെയധികം പോസിറ്റീവാണ്. താരങ്ങൾ എല്ലാവരും വളരെയധികം മോട്ടിവേറ്റഡ് ആണ്. സ്റ്റാഫുകൾ എല്ലാവരും വളരെയധികം കമ്മിറ്റഡ് ആണ്. ഓരോ ദിവസവും ഇംപ്രൂവ് ആവുക എന്ന ഒരു വലിയ ആഗ്രഹം എല്ലാവർക്കിടയിലുമുണ്ട്. ഒരു നല്ല അടിത്തറ പാകുക, അടുത്ത ലെവലിലേക്ക് ടീമിനെ പുഷ് ചെയ്യുക, അതിനുവേണ്ടിയൊക്കെയാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് തിരിച്ചെത്തുന്നത്. ടീമിനകത്ത് നല്ല എക്സൈറ്റ്മെൻറ്റും എനർജിയുമുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ പാഷനും പൊട്ടൻഷ്യലും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതാണ് പരിശീലകനായ ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വളരെ പോസിറ്റീവാണ്, നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പുതിയതായി കോൾഡോ ഒബിയേറ്റയെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 വിദേശ താരങ്ങൾക്ക് കൂടി സ്കോപ്പ് ഉണ്ട്. സൂപ്പർ കപ്പിന് മുന്നേ 2 വിദേശ താരങ്ങളെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.